ഇതാ മല കണ്ടോ? അതുപോലത്തെ ഒരു 4 മല കയറിയിട്ട് ഇറങ്ങി വരുന്ന വഴിയാട്ടോ. ചില യാത്രകൾ നമ്മൾ മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് കൃത്യമായ തയ്യാറെടുപ്പുകളോടെയൊക്കെ പോകത്തില്ലേ. പക്ഷെ ചിലത് അങ്ങനെയല്ല, പെട്ടെന്ന് തോന്നിയൊരു തീരുമാനത്തിന്റെ പുറത്തിറങ്ങി പുറപ്പെടില്ലേ. അങ്ങനെ പോയൊരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ അയർലൻഡിലെ കൗണ്ടി കെറിയിലുള്ള ടോമീസ് മൗണ്ടനും പർപ്പിൾ മൗണ്ടനും കയറി ഇറങ്ങി ഗ്യാപ്പ് ഓഫ് ടണൽ വഴി തിരിച്ച് ബേസിലെത്തുന്ന ഒരു 16.5 കിലോമീറ്റർ ലൂപ്പ് ഹൈക്കിംഗ് ആയിരുന്നു. ഈ ഹൈക്കിങ്ങിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ 0. പക്ഷേ കൂടെയുള്ളവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരുന്നേ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള ഗിയേഴ്സ് ഒക്കെ വാങ്ങിക്കുന്നത് പോകുന്നതിൻ്റെ തലേദിവസം ഈവനിങ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഹൈക്കിംഗ് പോകുക എന്നുള്ളത് കുറേ നാളായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. പക്ഷേ 16.5 കിലോമീറ്റർ ലൂപ്പ് എന്നൊക്കെ കേട്ടപ്പം എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് ഇതാകുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പോരാത്തതിന് ഞങ്ങളുണ്ട് ഈ തോണിയെന്ന് പറഞ്ഞപ്പം നമ്മുടെ അഭിലാഷ് ചോദിച്ചു ചെറിയ മൗണ്ടൻസ് ഏതെങ്കിലും കവർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്ന്. പക്ഷേ ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കളയാൻ ഇത്തവണ റെഡി അല്ലായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് തന്നെ ഡിസൈഡ് ചെയ്തു. മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ ഭയങ്കര കൂളായിട്ട് ഫീൽ ചെയ്തു. ഈസി ആയിട്ട് നടന്നു പോയി. ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷേ ഹൈക്കിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ നടക്കുക മാത്രമല്ലല്ലോ. കുറച്ചൊക്കെ മുന്നോട്ട് ചെന്നപ്പോഴാണ് ദ റിയൽ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം നമ്മുടെ എനർജി ലെവലൊക്കെ ലോ ആയി തുടങ്ങി. ഫ്രണ്ട്സൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് നടക്കാനായി, നമ്മളാണെങ്കിൽ ഏറ്റവും ബാക്കിലുമായി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കുത്തനെയുള്ള മൗണ്ടെയിൻ കയറാൻ സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഈ ഹൈക്കിംഗ് ഒരു റിയൽ ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കോൺഫിഡൻസിൻ്റെ ബാറ്ററി അങ്ങ് ലോ ലെവലിലായി. ലെഗ്സൊക്കെ ഭയങ്കര ടയർഡായിരുന്നു. പക്ഷേ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഭയങ്കര റിലീഫായിരുന്നു കേട്ടോ. അവർ നമ്മളെ നല്ലവണ്ണം എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ള വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. ഞങ്ങളുടെ യാത്രയിലുണ്ടല്ലോ, ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് നമ്മൾ നടന്നു പോകുന്ന വഴികളും ആ വഴികളിലുള്ള കാഴ്ചകളും. നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് മാറിയിട്ട് കുറച്ച് സമയം പ്രകൃതിയുമായിട്ട് ഇടപഴകി ഈ മലനിരകളുടെ ഇടകളിലൂടെ വരുന്ന കാറ്റും മഴയും ഫോഗും എന്താ പറയുക, മേഘങ്ങളെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റുന്നു. പക്ഷെ ഇതൊന്നും ഈ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന ആ ഒരു ഭംഗിയൊന്നുമല്ല. നമ്മളിത് നേരിട്ട് കാണുമ്പം ഇറ്റ്സ് റിയലി അമേസിങ്. ഫൈനലി ഞങ്ങളുടെ ഹൈക്കിങ്ങിൻ്റെ മെയിൻ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഞങ്ങൾ അങ്ങനെ പർപ്പിൾ മൗണ്ടൈൻ്റെ ടോപ്പ് പോർഷനിലെത്തി. ഇവിടെ എത്തിയപ്പം ക്ലൈമറ്റ് അത്ര സുഖമൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫോഗും സ്ട്രോങ് വിൻഡും ചെറിയ മഴയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വിസിബിലിറ്റി കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരുന്നു. മൗണ്ടൈൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടിയില്ല. എങ്കിൽ കൂടെ മൗണ്ടൈൻ്റെ ടോപ്പിലെത്തിയ ആ ഒരു ഫീൽ ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ചെറിയ അഡ്വഞ്ചറസ് ട്രിപ്പ് എടുക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഞങ്ങളൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത റിയൽ ടാസ്ക് എന്താണെന്ന് മനസ്സിലായത്. മൗണ്ടൈൻ അങ്ങോട്ട് കയറുക എന്നുള്ളതിനേക്കാൾ ഉപരി തിരിച്ചിറങ്ങുമ്പോഴാണ് ഭയങ്കര കെയർഫുൾ ആയിരിക്കേണ്ടതെന്ന് മനസ്സിലായി. സ്റ്റീപ്പ് ഹില്ലായതും പിന്നെ ഈ ഫോഗും വിൻഡും എല്ലാം കൂടെ നമ്മുടെ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു. വളരെ സൂക്ഷിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. താഴെ എത്തുമോ എന്ന് തന്നെ തോന്നിയ നിമിഷങ്ങളുണ്ട്. പക്ഷെ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞ് ഈ ഫോഗൊക്കെ മാറി നമുക്ക് വ്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പം നമുക്കൊരു കംഫർട്ട് ഫീലും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ വന്നു. അങ്ങനെ സംഹൗ വി റീച്ച് ഓൺ ദ റോഡിലെത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാർ പാർക്കിങ്ങിലോട്ട് ഇനിയും കിലോമീറ്ററുകൾ നടക്കണം. ബട്ട് ഈ നടത്തം ഇറ്റ് വാസ് റിയലി ഫണ്ണി. എനിക്ക് അവിടെ കാലുണ്ടോ എന്ന് പോലും ഫീൽ ഇല്ലാതെയാണ് നടന്നത്. ഇതാ മല കണ്ടോ? അതുപോലത്തെ ഒരു 4 മല കയറിയിട്ട് ഇറങ്ങി വരുന്ന വഴിയാട്ടോ. അമേസിങ് എക്സ്പീരിയൻസ്, അടിപൊളി. തിരിച്ചിങ്ങ് നടന്നു പോന്നപ്പോൾ ഞങ്ങളെല്ലാവരും ടയേർഡാണ്. പക്ഷെ എല്ലാവരുടെയും ഫേസിൽ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് വി മെയ്ഡ് ഇറ്റ്. ഫോർ മീ this was my first hiking experience and definitely not the last.